നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏഷ്യ കപ്പിൽ ചിരവൈരികളായ പാകിസ്ഥാനെ വീണ്ടും തകർത്തെറിഞ്ഞ് ടീം ഇന്ത്യ. സൂപ്പർ ഫോറിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ 6 വിക്കറ്റിനാണ് സൂര്യകുമാർ യാദവും സംഘവും പാക് ടീമിനെ വാരിക്കളഞ്ഞത്. പാക് ടീം നൽകിയ 172 റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യയെ കുഴപ്പത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അഭിഷേക് ശർമ്മ, ശുഭ്മൻ ഗിൽ ജോഡി ഓപ്പണിംഗ് വിക്കറ്റിൽ വെറും 9.5 ഓവറിൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി 105 റൺസിന്റെ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തിയതോടെ കളിയും ജയവും ഇന്ത്യ വരുതിയിലാക്കി. 18.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയ റൺസും കുറിച്ചു. 39 ബോളിൽ 6 ഫോറും 5 സിക്സറും ഉൾപ്പെട്ടതാണ് അഭിഷേകിന്റെ ഇന്നിംഗ്സ്. ഗിൽ 28 ബോളിൽ 8 ഫോറുകളടക്കം 47 റൺസെടുത്തു മടങ്ങി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 0, സഞ്ജു സാംസൺ 13 എന്നിവർ ഫ്ലോപ്പായെങ്കിലും തിലക് വർമ്മ 30, ഹാർദിക് പാണ്ഡ്യ 7 എന്നിവർ ചേർന്ന് വിജയം പൂർത്തിയാക്കുകയായിരുന്നു. ഈ ജയത്തോടെ ഫൈനലിലേക്ക് ഒരു ചുവട് വെച്ചിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാർ. ബുധനാഴ്ച ബംഗ്ലാദേശുമായുള്ള അടുത്ത മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിക്കാം. ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ട പാകിസ്ഥാൻ ടീം 5 വിക്കറ്റുകൾ നഷ്ടത്തിലാണ് 171 റൺസെന്ന മികച്ച ടോട്ടലിലെത്തിയത്. ഫീൽഡിംഗിൽ വരുത്തിയ പിഴവുകളിലൂടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും അവർക്ക് സഹായം ലഭിച്ചു. 4 ക്യാച്ചുകളാണ് കളിയിൽ ഇന്ത്യ കൈവിട്ടുകളഞ്ഞത്. ഇതിൽ 2 അഭിഷേക് ശർമ്മയിൽ നിന്നാണെങ്കിൽ ശുഭ്മൻ ഗിൽ, കുൽദീപ് യാദവ് എന്നിവരും ഓരോ ക്യാച്ചുകൾ വീതം താഴെയിട്ടു. ഓപ്പണർ സാഹിബ്സദ ഫർഹാനാണ് 58 റൺസോടെ പാക് ഇന്നിംഗ്സിലെ അമരക്കാരനായത്. 45 ബോളിൽ 5 ഫോറും 3 സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. നേരിട്ട 3ാമത്തെ ബോളിൽ തന്നെ ഫർഹാൻ പുറത്താവേണ്ടതായിരുന്നു. എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ ബൌളിംഗിൽ താരത്തിന്റെ ക്യാച്ച് അഭിഷേക് പാഴാക്കുകയായിരുന്നു. ഫർഹാനെ മാറ്റി നിർത്തിയാൽ മറ്റാരും പാക് നിരയിൽ 25 റൺസ് തികച്ചില്ല. എന്നാൽ ബാറ്റ് ചെയ്തവരെല്ലാം 2 അക്കം കടന്നുവെന്നതാണ് എടുത്തു പറയേണ്ടത്. ടോസിനു ശേഷം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ ടീമിൽ 2 മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങിയത്. പേസ് ജോഡികളായ അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവർക്ക് വിശ്രമം നൽകിയ ഇന്ത്യ പകരം വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ എന്നിവർ മടങ്ങിയെത്തി. മറുഭാഗത്ത് പാകിസ്ഥാനും 2 മാറ്റങ്ങൾ വരുത്തി. ഹസൻ നവാസും കുഷ്ദിൽ ഷായുമാണ് പുറത്തായവർ. ഗ്രൂപ്പ് എ ചാമ്പ്യന്മാരായാണ് ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് കുതിച്ചത്. ഹാട്രിക് ജയം കൊയ്യാൻ സൂര്യയ്ക്കും സംഘത്തിനുമായിരുന്നു. UAE പവർ പ്ലേയിൽ തന്നെ തീർത്തായിരുന്നു ഇന്ത്യയുടെ തുടക്കം. 9 വിക്കറ്റിന്റെ ഏകപക്ഷീയ വിജയമാണ് ഇന്ത്യ ആഘോഷിച്ചത്. 2 അങ്കത്തിൽ പാകിസ്ഥാനെയും ഇന്ത്യ നിലം തൊടിച്ചില്ല. കാര്യമായ വെല്ലുവിളിയില്ലാതെ 7 വിക്കറ്റിന്റെ ജയം ഇന്ത്യ ആഘോഷിക്കുകയായിരുന്നു. ഇന്ത്യയ്ക്ക് പിന്നിൽ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായാണ് പാകിസ്ഥാന്റെ സൂപ്പർ ഫോർ പ്രവേശനം. ആദ്യ മത്സരത്തിൽ ഒമാനെതിരെ 93 റൺസിന്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയത്. എന്നാൽ ഇന്ത്യയോട് പൊരുതാൻ പോലുമാവാതെ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. ഇതോടെ UAEക്കെതിരായ മത്സരം പാക് ടീമിന് ഡു ഓർ ഡൈ ആയി മാറിയത്. ഒരു ഘട്ടത്തിൽ പതറിയെങ്കിലും 41 റൺസ് ജയത്തോടെ പാക് ടീം സൂപ്പർ ഫോറിലേക്ക് മുന്നേറി.